കല്യാണി വസന്ത, സുഖമായിരിക്കുന്നുണ്ടോ? എത്ര നാളായി നമ്മൾ കണ്ടിട്ട്? ഏകദേശം ഒരു 40 വർഷങ്ങളായി കാണൂല്ലേ? സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും? ഹായ്, നിങ്ങൾ രണ്ടുപേരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ? ഹലോ ചന്ദ്രിക ആൻഡ് വസന്ത. ഓ, എത്ര വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയാ. ഞാൻ വളരെ എക്സൈറ്റഡ് ആട്ടോ. പിന്നെ എല്ലാവരും സുഖം തന്നെ. ഈ സെൽഫോണും ഓൺലൈനും എല്ലാം നമുക്ക് നന്മ ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ ആദ്യം ഈ കുന്തരാണ്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പൊ അതില്ലാതെ ജീവിക്കാൻ വയ്യാന്നായി പോയി. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. ഗുണം പോലെ തന്നെ കുറച്ച് തീമകളും ഉണ്ട് കേട്ടുള്ളൂ. കുട്ടികൾ എപ്പോൾ നോക്കിയാലും അതും കയ്യിൽ പിടിച്ചാ. ആഹാരം തന്നെ അവർ കഴിക്കുന്നത് സെല്ല് വെച്ചുകൊണ്ടാ. പിന്നെ ചന്ദ്രിക എന്താ ചെയ്യുന്നത്? റിട്ടയർ ആയ ശേഷം മക്കളുടെ കൂടെയാണോ? ഇവിടെ ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേ, അവർക്ക് തിരക്കുണ്ടാവുമല്ലോ. ഞാനും ഹസ്ബൻഡും ഇവിടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു, അല്ലാതെ എന്ത് ചെയ്യാനാ? ഒറ്റയ്ക്കാ, ഞങ്ങളും ഒറ്റയ്ക്കാ. ഇവിടെ ആരാ ഈ കൊറോണ കാലത്ത് എവിടേക്ക് പോകാനാ? ആർക്കും ഒട്ട് വരാനും സൗകര്യം ഉണ്ടാവില്ല. വല്ലാത്തൊരു വിരോധാഭാസമായിപ്പോയി. ചന്ദ്രയ്ക്കും വസന്തയ്ക്കും ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ 3 പേരും കൂടെ കോളേജിലേക്ക് പോകുന്നതെല്ലാം ഇപ്പോൾ ഓർമ്മയിലെത്തുകയാ. നൈബേഴ്സ് പറഞ്ഞിരുന്നു ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കാര്യത്തെ പറ്റി. ഒരു പരിപാടി ഇവിടെ ഓൺലൈനിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്താ ചെയ്യാ, സമയമായിട്ടില്ല എന്നാ തോന്നണേ. സമയമാകുമ്പോൾ ചേരാന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. ശരിയാ, ഞാനും കേട്ടു ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ആർട്ട് ഓഫ് ലിവിങ് പ്രോഗ്രാം ഓൺലൈനായിട്ട് വരുന്നുണ്ട്. അതിൽ സുദർശനക്രിയ വളരെ നല്ല ഒരു പ്രോഗ്രാമാണെന്ന് പറയണ കേട്ടു. മനസ്സിനും ശരീരത്തിനും ഈ സമയത്ത് ഗുണം ചെയ്യുന്ന ഏത് പരിപാടിയും നമുക്ക് അത്യാവശ്യമാണ്. നമുക്കൊന്ന് ചേർന്ന് നോക്കിയാലോ? ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ശരിയാ, യോഗയും മെഡിറ്റേഷനും ഒക്കെ വളരെ നല്ലതാ. കുറച്ച് മുൻപേ നമ്മൾ തമ്മിൽ കാണണമായിരുന്നു. കല്യാണം ചേരുമ്പോൾ പറയൂട്ടോ, ഞാനും ചേരാം. വസന്തേ, താൻ ചേരില്ലടോ? നിങ്ങൾ രണ്ടാളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ലല്ലോ. അതേ പഴയ വസന്ത. നമ്മൾ 3 പേരും ഒരുമിച്ച് അടിപൊളിയായിരുന്നു അല്ലേ കോളേജിൽ? ഞാനും ചിലപ്പോഴൊക്കെ ആലോചിച്ചിരിക്കാറുണ്ട് കേട്ടോ. ഒരു കാര്യം പറഞ്ഞു, കല്യാണി, താനിപ്പോൾ പാട്ടൊന്നും പാടാറില്ലേടോ? ഞാനിപ്പോൾ ഓർത്ത് നോക്കുക, ഈ കൊറോണ ടൈമിൽ ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് പാടട്ടെ. കൊറോണ കൊറോണ കുച്ച് ന കരോന കുച്ച് ബി ന കരോന കहाँ से आए हो क्यों तुम आए हो कहाँ से आए हो क्यों तुम आए हो बस अब चले जाना बस अब चले जाना कोरोना कोरोना क्या मिला है तुझे क्या मिला है तुझे कुछ जीवन के अलावा क्या मिला है तुझे कुछ जीवन के अलावा बस छोड़ कर जाना हमको छोड़ कर जाना कृष्णानी बेगने बारो साई रामा तुम बेगने बारो 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 जय गुरुदेव. Wow, super, 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 Kalyani. Very nice. Keep it up. All the very best. നമുക്ക് ഇനി ആർട്ട് ഓഫ് ലിവിങ്ങിൽ കാണാം. ഓക്കെ, ബൈ.
ഓക്കെ, എന്നാൽ പിന്നെ കാണാം. ബൈ വസന്ത, ബൈ ചന്ദ്രിക, ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇനി നമ്മള് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പരിപാടിയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ബൈ.